ഇരട്ടി അഭിഷേകത്തിന്റെ പങ്കുമായി എലീശ തന്റെ ശുശ്രൂഷയെ ആരംഭിച്ചപ്പോൾ ദൈവവചനം പറയുന്നു, ഒരിക്കൽ ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൻ അവളെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. ഞാനൊന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് തരാം. എലീശ എന്ന ദൈവത്തിന്റെ അഭിഷക്തൻ കർത്താവിന്റെ വേലയുമായി സഞ്ചരിക്കുമ്പോൾ ആമേൻ താൻ ശൂനേം എന്ന പട്ടണത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ശൂനേം എന്ന പട്ടണത്തിൽ എലീശ ആദ്യമായി പോകുകയല്ല, പല വേളകളിൽ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എലീശ അറിയാവുന്ന അനേകർ പറഞ്ഞു പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, അനേകർ പറഞ്ഞു പ്രൈസ് ദി ലോർഡ് പ്രവാചകൻ, അനേകർ പറയുന്നു ഗുഡ് മോർണിംഗ് സർ. പലരും എലീശയെ പലപ്പോഴും വന്ദനം ചെയ്ത് കാണുമായിരിക്കാം. സ്തോത്രം പറയുന്നില്ല. ആമേൻ. എലീശ റോഡിൽ നടന്നു പോകുന്നത് നൂറുകണക്കിന് ആൾക്കാർ കണ്ടു. നൂറുകണക്കിന് ആൾക്കാര് എലീശയെ കണ്ടെങ്കിലും ആർക്കും തോന്നാത്തതൊന്ന് ഒരു സ്ത്രീക്ക് തോന്നുകയാണ്. ആമേൻ പറയുന്നില്ല. ആർക്കും തോന്നാത്തതൊന്ന് അവൾ പറയുകയാണ്, ഈ ദൈവദാസനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു വിടേണ്ട ആളല്ല. ആമേൻ. ഈ മനുഷ്യനെ, ഈ അഭിഷേകമുള്ള മനുഷ്യനെ നമ്മുടെ വീട്ടിൽ നമുക്ക് വിളിച്ച് കയറ്റണം. കേൾക്കുന്നവർ ആമേൻ പറയുന്നില്ല. ഓ ഹല്ലേലൂയ. ആർക്കും തോന്നാത്തത് ചിലത് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ മേൽ ഒരു പ്രത്യേക കൃപയുണ്ട്. ഓ കമോൺ, ആമേൻ പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആർക്കും തോന്നാത്തതൊന്ന് എലീശയോട് ശൂന്യങ്കാരത്തിക്ക് തോന്നുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ഒരു നേരത്തെ ആഹാരത്തിന് ദൈവം വില തരും. ചില കേട്ടില്ല. മറ്റുള്ളവർക്കൊരു നല്ല ചായ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ ദൈവം അതിന് പ്രതിഫലം തരുമെന്ന്. ചിലര് പറയുന്ന, ആരുമായിട്ട് ബന്ധം വേണ്ട, ആരും എൻ്റെ വീട്ടിലോട്ട് വരണ്ട, എൻ്റെ ഇവിടെയെല്ലാം വൃത്തികേടാക്കണ്ട, ഇവിടെയെല്ലാം ചവിട്ടി കയറിയ ചെളിയാകും, സോഫയെല്ലാം നീറ്റായി കിടക്കട്ടെ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിലെ അഭിഷക്തന്മാർ നിന്റെ വീട്ടിൽ വരും, നിനക്ക് നന്മയാണ്. ദൈവമക്കൾ നിന്റെ വീട്ടിൽ കാലുകുത്തും, നിനക്ക് നന്മയാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ആർക്കും തോന്നാത്തത് ചിലത് നിനക്ക് തോന്നട്ടെ. ഒരു ചാരിറ്റി നിനക്ക് തോന്നട്ടെ, 4 പേരെ ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് തോന്നട്ടെ, 10 സ്കൂൾ ബാഗ് മേടിച്ചു കൊടുക്കാൻ നിനക്ക് തോന്നട്ടെ, ആമേൻ, രോഗിയുടെ കയ്യിൽ ഒരു സ്തോത്ര കാഴ്ച വെച്ചു കൊടുക്കാൻ നിനക്ക് തോന്നട്ടെ. ആർക്കും തോന്നാത്തത് നിനക്ക് തോന്നുന്നെങ്കിൽ ഞാൻ നിന്നോട് പറയാം, ആരുടെ മേലും വെളിപ്പെടാത്ത ഒരു കൃപ നിന്റെ മേൽ വെളിപ്പെടും. ആർക്കും തോന്നാത്തതൊന്ന് അവക്ക് തോന്നുക. എന്താ? ഈ മനുഷ്യനാ, ഈ ദൈവ മനുഷ്യനെ ആരും വിളിക്കുന്നില്ലേലും ഈ ദൈവ മനുഷ്യനെ ഞാൻ വിളിച്ച് കയറ്റും. സ്തോത്രം പറയുന്നില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ആരും ആരാധിച്ചില്ലേലും നീ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ആരും സ്തുതിച്ചില്ലേലും നീ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, ആരും ഉപവസിക്കാത്തപ്പോഴും നീ ഉപവസിക്കുന്നുണ്ടെങ്കിൽ, ആരും കൊടുക്കാത്തൊരു വില നീ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിനക്ക് വേണ്ടി ഒരു കൈറോസ് വെളിപ്പെടുന്ന സമയമാണ്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ നമ്പർ അടിക്കുന്ന സമയമാണ്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുന്ന സമയമാണിത്. വിശ്വസിക്കുന്നവർ ആ കരം തട്ടി കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, ആരും സ്തുതിച്ചില്ലേലും ഞാൻ സ്തുതിക്കും, ആരും ആരാധിച്ചില്ലേലും ഞാൻ ആരാധിക്കും, ആരും പ്രവർത്തിച്ചില്ലേലും ഞാൻ പ്രവർത്തിക്കും, ആരും കൊടുത്തില്ലേലും ഞാൻ കൊടുക്കും. കാരണം ഇതെന്റെ സമയമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും വിടുതലിന്റെ ദൂത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ദൈവം ആരെയൊക്കെ അനുഗ്രഹിക്കുമ്പോഴേ നിങ്ങൾ ആരും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ആരും അറിയാതെ ഏതാണ്ടൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരും അറിയാതെ പോക്കറ്റ് കാലിയാക്കി മറ്റുള്ളവരെ അവർ സഹായിച്ച ഒരു കാലമുണ്ടായിരുന്നു. സ്തോത്രം പറയുന്നില്ല. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. ഈ സഹോദരിയുടെ പേര് വേദപുസ്തകത്തിലില്ല. ശൂനേംകാരി എന്ന് പറഞ്ഞാൽ ശൂനേം എന്നവളുടെ പേരല്ല, അതൊരു നാടിന്റെ പേരാ. ആ നാട്ടിലത്തെ കൊല്ലംകാരുത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
കൊല്ലത്ത് താമസിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞതുപോലെ ശൂനേംകാരി എന്ന് പറഞ്ഞാൽ ശൂനേം എന്ന് പറഞ്ഞ പട്ടണത്തിൽ പാർക്കുന്ന സ്ത്രീ. വേദപുസ്തകത്തിൽ അവളുടെ പേരില്ലേലും അവളുടെ സ്വഭാവം നോക്കിക്കേ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്വഭാവം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പേര് ഒരുപക്ഷെ പോസ്റ്ററിൽ വരത്തില്ല, നിങ്ങൾക്ക് പാടാൻ കഴിവ് കാണത്തില്ല, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ലേലും നിങ്ങൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ കരം ചലിപ്പിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്താൽ, മറ്റുള്ളവരുടെ നന്മ നിങ്ങൾ ആഗ്രഹിച്ചാൽ, ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം, ദൈവം എന്നും അടങ്ങിയിരിക്കത്തില്ല. നീ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ നിനക്ക് വേണ്ടി ഒരു ഡോർ ദൈവം ഓപ്പൺ ആക്കി തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ ഓൺലൈനിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ തകർന്നിരിക്കുമ്പോൾ, പല വേളകളിൽ ഞാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, എൻ്റെ പോക്കറ്റ് കാലിയായിരിക്കുമ്പോൾ, ചില വേളകളിൽ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ. എൻ്റെ ഇല്ല അന്നേരം. ഹോ ഹല്ലേലൂയ. എനിക്ക് ഇതിനകത്ത് പറയാനും ആമേൻ മഹത്വം എടുക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചു, കർത്താവിനെ ഓണർ ചെയ്താൽ അവൻ നിന്നെ ഓണർ ചെയ്യും. നീ കർത്താവിനെ ഓണർ ചെയ്താൽ അവൻ നിന്നെ ഓണർ ചെയ്യും. നീ ഒരു ഗ്ലാസ് തണ്ണീർ മനസ്സോടെ ആർക്കാലും കൊടുത്താൽ അവൻ നിന്നെ ഓണർ ചെയ്യും. ദൈവവചനത്തിൽ നാം കാണുന്നു, അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ തന്റെ വീടിന്റെ മുറ്റത്തിരിക്കുമ്പോൾ ബൈബിളിൽ ദൈവവചനം പറയുകയാണ്, ഞാൻ പുതിയ ആൾക്കാർക്കൂടെ മനസ്സിലാകാനാ വളരെ ലളിതമായിട്ട് പ്രസംഗിക്കുന്നത്. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ വീടിന്റെ മുറ്റത്തിരിക്കുമ്പം ദാടാ 3 പേര്, ഒരു പരിചയമില്ലാത്ത 3 ആൾക്കാർ തന്റെ റോഡെ നടന്നു വരുന്നു. അബ്രഹാം ഓടിച്ചെന്നവരോട് പറഞ്ഞു, നിങ്ങൾ നടന്ന് ക്ഷീണിച്ചു വരുമല്ലേ, വാ കേറിയിരിക്ക, കുറച്ച് പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം. താങ്ക് യു മോനെ, വെള്ളം കുടിക്കാം, എന്തെങ്കിലും ഒന്ന് കഴിക്കാം. സ്തോത്രം. അബ്രഹാമിനെ അറിഞ്ഞുകൂടായിരുന്നു അത് ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന്. കേൾക്കുന്നവർ ആമേൻ പറയുന്നില്ലല്ലോ. അതുകൊണ്ടാ ആമേൻ എബ്രായ പുസ്തകത്തിൽ പറയുന്നത്, അബ്രഹാം അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചതിനാൽ. ആമേൻ പറയുന്നില്ല. ദൂതന്മാര് ചിറക് വെച്ച് നല്ല വെളുത്ത് സുന്ദരം തുടുത്ത് ആമേൻ ഇങ്ങനെ നോക്കുമ്പോൾ മുഖത്തെല്ലാം വെട്ടമുള്ള ആമേൻ ചിറകുള്ള ജീവികളായിട്ടല്ലായിരിക്കാം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു രോഗി, ഒരു പ്രയാസപ്പെടുന്നവൻ, ഒരു ഭാരം അനുഭവിക്കുന്ന, ഒരു ഇല്ലാത്തവൻ, ഒരു നിവൃത്തികെട്ടവൻ, ഒരു പഠിക്കാൻ വയ്യാത്ത കുഞ്ഞ്, നടക്കാൻ വയ്യാത്ത ഒരു ആന്റി ഒക്കെ ആയിട്ടായിരിക്കാം ദൈവം ഒരാളെ നിന്റെ മുമ്പിൽ കൊണ്ടിരുന്നത്. മറക്കരുത്, വിട്ടുകളയരുത്. അവർക്ക് വേണ്ടി നീയും നിന്റെ കരം ചലിപ്പിച്ച ദൈവദൂതന്മാരെ, ദൈവത്തെ സൽക്കരിക്കുന്നതിന് തുല്യമായി ദൈവം അത് കണക്കിടും. ദൈവം പിന്നത്തേതിൽ നിന്റെ കുടുംബത്തിൽ നന്മ തന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്തോ സംഭവിച്ചെന്നറിയാവോ ജോസഫ് അപ്പച്ച? ദൈവത്തിന്റെ ദൂതന്മാരെന്നറിയാതെ 3 പുരുഷന്മാരെ വീട്ടിൽ വിളിച്ച് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്ത്, അവർക്ക് കഴിക്കാൻ ആഹാരം കൊടുത്ത്, അവരെ സന്തോഷത്തോടെ അയക്കാൻ നേരം ദൈവത്തിന്റെ ദൂതന്മാരിൽ ഒരുവൻ തിരിഞ്ഞു നിന്ന് അബ്രഹാമിനോട് ഒരു ദൂത് പറഞ്ഞു, അടുത്ത ആണ്ടിൽ ഈ നേരത്ത് നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടന്നിരിക്കും. ഇന്ന് പകൽ ഞാൻ വിരൽ ചൂണ്ടി ഇതിനകത്തിരിക്കുന്ന, ഓൺലൈനിൽ എന്നെ കേൾക്കുന്ന, ഈ ആലയത്തിൽ വന്ന ദൈവശബ്ദം കേൾക്കുന്ന ചില കുടുംബങ്ങളെ പ്രവചിക്കുന്നു, അടുത്ത ആണ്ടിൽ ഈ സമയത്ത് നിന്റെ വീടിന്റെ സ്ഥിതി ഇതായിരിക്കത്തില്ല. കണ്ണടച്ചു തുറക്കുന്ന പോലെ ദൈവം ചില അത്ഭുതങ്ങളെ നിന്റെ വീട്ടിൽ ചെയ്യാൻ പോവുകയാണ്. ദൈവ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫ് അപ്പച്ച, ദൈവത്തിന്റെ ദാസനായ അബ്രഹാം ദൂതന്മാരാണെന്നറിയാതെ 3 പ്രിയമുള്ളവരെ വീട്ടിൽ ഓണർ ചെയ്തപ്പോൾ, ആദരിച്ചപ്പോൾ, ദൈവം തന്റെ വലിയ കണക്ക് ബുക്ക് എടുത്ത് തുറന്നു വെച്ചിട്ട് ദൈവം എഴുതി വെച്ചു, അബ്രഹാം 3 പ്രിയരെ വീട്ടിൽ വിളിച്ചു വരുത്തി, ആഹാരം കൊടുത്ത്
അവരെ അവൻ ഓണർ ചെയ്തു. അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ? 3 പേരെ അറിയാതെ ഓണർ ചെയ്ത അബ്രഹാമിന്റെ 30 ലക്ഷം തലമുറകളെ ആമൻ മരുഭൂമിയിലെ 40 കൊല്ലത്തെ ജീവിതത്തിൽ ഭക്ഷണത്തിന് മുടക്കം വരുത്താതെ ദൈവം ഉരുട്ടിയിട്ട് അനുഗ്രഹിച്ച് ദൈവം ബോണസും പലിശയും കൂട്ടി അവന്റെ തലമുറയ്ക്ക് കൊടുത്തു. പണമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യും. നീ കർത്താവിന് വേണ്ടി നിന്നെങ്കിൽ, നിന്റെ പണം എടുത്തെറിഞ്ഞെങ്കിൽ, നിന്റെ ആരോഗ്യം ചിലവാക്കിയെങ്കിൽ, നിന്റെ വണ്ടിക്കകത്ത് ആളെ കൊണ്ടുപോയെങ്കിൽ, നീ ഒരു നല്ല വാക്ക് പറഞ്ഞെങ്കിൽ, നീ ഒരു വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞെങ്കിൽ, നീ പ്രാർത്ഥിച്ചെങ്കിൽ, ഇന്ന് പകൽ ഞാൻ നിന്നോട് പ്രവചിക്കുന്നു, നീ കടക്കാരനാകത്തില്ല. നിന്നെയും നിന്റെ തലമുറയെയും ദൈവം ഉരുട്ടിയിട്ട് അനുഗ്രഹിക്കും. ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട ദൈവവൈതൽ നിന്റെ വീട്ടിൽ കാലുകുത്തി നിന്നെ ഉള്ളു തുറന്നെന്ന് അനുഗ്രഹിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിന്റെ വീട്ടിന്റെ സ്ഥിതി മാറ്റും. ഈ സഭയിലെ ദൈവമക്കൾക്ക് അറിയാം. ഞാൻ ഓർക്കുന്നു, ഈ സഭയിൽ ഏറ്റവും ആദ്യം കർത്താവിലേക്ക് വന്ന സിനി മൈക്കിൾ കുടുംബം അവിചാരിതമായിട്ടൊരു വീട്ടിൽ വെച്ച് സിനിയെ മൈക്കിളിനെ കാണാൻ ഇടവന്നത്. അവരെ കാണാൻ പോയതോ എനിക്ക് അവരെ അറിയത്തോ ഇല്ല. ഒരു അവിചാരിതമായി എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് അവരെ കാണുമ്പോൾ ആ പയ്യൻ ഭയങ്കര മദ്യപാനിയാണ്. അന്ന് രാത്രി അവന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത് ദൈവം മൈക്കിളിനെ മദ്യപാനത്തിൽ നിന്ന് പിടിവിച്ചു. ആ മൈക്കിളും കുടുംബവും കർത്താവിന്റെ വചനം പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ അവരെ ദൈവനം പഠിപ്പിക്കാൻ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സാറിനൊക്കെ ഓർമ്മയുണ്ട്, എലി തുരന്ന് താഴേന്ന് വീട്ടിനകത്തെ എലി വലിയ പന്നിയലി കയറി തുരന്നിട്ട് വീടിനകത്തെല്ലാം കുഴിയ സിമിന്റ് തറ പോയിട്ട് മണ്ണിന്റെ തറ, ആ മണ്ണിന്റെ തറ തന്നെ എലി കുഴിച്ചിട്ടിരിക്കുക. എന്നിട്ട് ഈ കുഴി ഞങ്ങളൊന്നും കാണാതിരിക്കുക, പെങ്കുച്ച് ഈ കുഴി ചാക്കിട്ട് മൂടും. ഇരിക്കാൻ കസറയില്ല. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കസറ എനിക്ക് എവിടുന്നോ കൊണ്ട് തരും. ബാക്കിയുള്ളവരൊക്കെ പായിലും തറയിലും ചാക്കിലൊക്കെ, സാമുൽ സാറൊക്കെ ഓർക്കുന്നുണ്ടല്ലേ, തറയിലിരിക്കും. ദൈവോധന അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. മദ്യപാനത്തിന് കെട്ട് ദൈവം പൊട്ടിച്ചു. അവർ കർത്താവിനെ സേവിക്കാൻ തുടങ്ങി. അനുഗ്രഹങ്ങൾ ദൈവമോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു. ഇന്ന് ആ തലമുറകളിലൊന്ന് ദുബായി പോയി നന്നായി ജോലി ചെയ്ത് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് പകൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ചിലരോട് പറയാം, നീ കർത്താവിന് വേണ്ടി നിന്നാൽ നിന്നെ ദൈവം വെറുതെ വിടത്തില്ല. നിന്റെ തലമുറയെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ഉറപ്പായും അനുഗ്രഹിച്ചിരിക്കും. ശൂനകാരി പറയുകയാണ്, ഈ മനുഷ്യരെ നമ്മൾ ആദരിച്ചേ പറ്റത്തുള്ളൂ. പിന്നത്തേതിൽ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് ഈ ദൈവത്തിന്റെ ദാസൻ ആ വീട്ടിൽ കയറും. അവൾ തന്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. അതിനകത്തുനിന്ന് ദൈവമക്കൾ ഒരു പാഠം പറയാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ എന്തേലും ഒന്ന് കേട്ടാ നീ ഓണല്ല ഇരിക്കുന്നത് കേട്ടാൽ ദാവീദ് ചിലപ്പോൾ നിന്നെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. നിന്റെ ജീവിതം ലോദേബാരിൽ തീരും. നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ അവസാനിക്കും. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ദാവീദ് ഇവനെ പറ്റി അറിഞ്ഞപ്പോൾ ദാവീദ് ആളെ വിട്ട് അവനെ വിളിപ്പിക്കാൻ, ഹല്ലേലൂയ, ഇതാ രാവിലെ സാധാരണ നിലയിൽ ഈ മുടന്തരായ ഈ പാവപ്പെട്ട മെഫിബോശത്ത് മുടന്തി പല്ലൊക്കെ തേച്ചിട്ട് തിരിച്ചു വരുമ്പം 2-3-4 പട്ടാളക്കാർ കയറി വരിക. അവനാകെ പേടിച്ച് കാണും. അവൻ വിചാരിച്ചു കാണും എന്നെ പിടിക്കാൻ ദാവീദ് വിട്ടതാണ്. ഹല്ലേലൂയ. പക്ഷേ അവർ വന്നിട്ട് പറയുകയാണ്, രാജാവ് പറഞ്ഞു, നിന്റെ കെട്ടും കടക്കെ എല്ലാം എടുത്തോ. ഇനി നീ ലോദേബാരിലല്ല താമസിക്കാൻ പോകുന്നത്, ഇനി നീ ദാവീദിന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ പോകുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് 1 മിനിറ്റ് മതി. നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് 1 ദിവസം മതി. ഇന്നത്തെ പോലെ ആയിരിക്കത്തില്ല. നാളെ രാവിലെ ഒരുപക്ഷെ അസാധാരണമായ ഒരു അത്ഭുതം നിന്റെ വീട്ടിൽ സംഭവിപ്പിക്കാൻ ദൈവത്തിന് മണിക്കൂറുകൾ മതി. നീ ലോദേബാരിൽ തീരുമെന്ന് പറഞ്ഞ ആ സകല നാവുകളെ തിരുത്തിക്കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നപ്പോൾ, അല്ലയോ മെഫീബോശത്തെ, നിന്റെ ജീവിതം ലോദേബാരിൽ തീരത്തില്ല. നീ കിങ്സ് ടേബിളിൽ ഇരിക്കേണ്ടവനാണ്.
അടുത്തിരിക്കുന്ന ആളുടെ കരമൊന്ന് പിടിച്ചിട്ട് പറ, ലോദേവാരിൽ തീരത്തില്ല, നീ കിങ്സ് ടേബിളിൽ ഇരിക്കണം, നീ കിങ്സ് ടേബിളിൽ ഇരിക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ചിലരോട് പറയാം, നിങ്ങൾ അവിടം കൊണ്ട് തീരത്തില്ല, ആ വീട്ടിൽ തീരത്തില്ല, ആ കഷ്ടത കൊണ്ട് അവസാനിക്കത്തില്ല, ആ രോഗം കൊണ്ട് തീരത്തില്ല, ആ പ്രശ്നം നിന്നെ മൂടിക്കളയത്തില്ല, ആ വിഷയം നിന്നെ അപമാനിച്ചെങ്കിലും ഞാൻ പറയാം, ദൈവം നിനക്കൊരു മാന്യത തരാൻ പോകുകയാണ്. അപമാനത്തിന് പകരം ദൈവം നിനക്കൊരു മാന്യത തരാൻ പോകുകയാണ്. കരമടിച്ചോ സ്തോത്രം ചെയ്ത് ശബ്ദമുയർത്തി പറ, എനിക്കൊരു വിളി വരുന്നുണ്ട്. ഹല്ലേലൂയ. പറ, എനിക്കൊരു വിളി വരുന്നുണ്ട്. ചേട്ടന്മാരെല്ലാം ശൗലിന്റെ പട്ടാളത്തിൽ പോയി ചേർന്നു. നല്ല ആരോഗ്യം, നല്ല ചെസ്റ്റിന് വിരിവൊക്കെയുള്ള ജ്യേഷ്ഠന്മാരൊക്കെ പട്ടാളത്തിൽ പോയി. ആ വീട്ടിലെ ഏറ്റവും ചെറിയ കുരുട്ടിക്ക കുഞ്ഞു പയ്യൻ, അവനെ ആർക്കും പട്ടാളത്തിലും വേണ്ട. അപ്പം പറഞ്ഞു, വലിയ ആരോഗ്യമൊന്നും ഇല്ലല്ലോ, ആകെ അറിയാവുന്ന ഗിറ്റാർ അടിക്കാൻ, ആ ഗിറ്റാർ എടുത്തോണ്ട് കാട്ടിപ്പോക്കോ, ആ പിന്നെ ആടിനെയൊക്കെ തീറ്റി ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ആമേൻ ഇശായി അവനെ ആടുകളുമായിട്ട് കാട്ടിലയച്ചു. കാട്ടിലവൻ വിശ്വസ്തനായി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ആരുമില്ലാത്ത സമയം ഫ്രീ ടൈമിൽ ആ കിന്നരം വീട്ടി ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഫ്രീ ടൈം കിട്ടുമ്പോൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെ പുകഴ്ത്തുന്നവരുണ്ടോ? വീടിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ടോ? ആമേൻ. ചർച്ചിൽ വന്ന് ആരാധിക്കാനും പാട്ടുപാടാനും തുള്ളിച്ചാടാനും ഒക്കെ എളുപ്പം. വീടിനകത്ത് ഒറ്റയ്ക്ക് ആരാധിക്കുന്നവരുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവമക്കളുണ്ടോ? അവരോട് ഞാൻ പ്രവചിക്കാം, നീ ദൈവത്തെ ആമേൻ നിന്റെ ഏകാന്തതയിൽ നീ ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തിന്റെ വിളി നിനക്ക് വേണ്ടി വരും. ദൈവത്തിന്റെ വിളി വരും. നീ എന്ന് കാറ്റി കടക്കത്തില്ല. ഒരു സുപ്രഭാതത്തിൽ നിന്നെ തേടി ഒരു വിളി വരും. ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ, നിതിൻ ബ്രദറെ ഒട്ടും പ്രതീക്ഷിക്കാതെ കാട്ടിൽ ഒരു മൂലയിൽ ആടിനെ തീറ്റാൻ വിട്ടിട്ട് ആ ഗിറ്റാർ എടുത്ത് കിന്നരം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ദാടാ വീട്ടിൽ നിന്ന് ആള് വന്ന് നിൽക്കുന്നു. ആ ദാവീദേ വാ 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 വാ. ദാവീദ് ചോദിച്ചു, എന്താ വീട്ടിൽ വല്ല മരണവും നടന്നോ? അപ്പച്ചന് വല്ല അറ്റാക്ക് വന്നോ? എന്താ എന്നെ വിളിക്കാൻ വന്ന? ഇതുവരെ ആരും എന്നെ ഇങ്ങനെ ഓടി വന്ന് പകുതി സമയത്തിൽ ഉച്ചയാകുന്നതിന് മുമ്പേ ആരും എന്നെ വന്ന് വിളിച്ചിട്ടില്ലല്ലോ, എന്തോ പറ്റി? നിന്നെ തേടി ഒരുത്തം വന്നിരിപ്പുണ്ട്. നിന്റെ തലയിൽ എണ്ണ ഒഴിക്കാൻ, നിന്നെ രാജാവായി അഭിഷേകം ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ ചിലരോട് ഞാൻ പ്രവചിച്ച് വിളിച്ചു പറയുന്നു. നിന്നെ തേടി ചില സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. നീ ഒന്നുകൊണ്ടും പരാതിപ്പെടണ്ട, ഭാരപ്പെടണ്ട. നിന്റെ ഒന്നുകൊണ്ടും പരാതിപ്പെടണ്ട, ഭാരപ്പെടണ്ട. നിന്റെ സമയാകുമ്പോ നിനക്കുള്ള ദൂതും വരും. നിന്റെ സമയാകുമ്പോ ദൈവ ശബ്ദം നിനക്ക് വേണ്ടി വരും. നിന്റെ സമയമാകുമ്പോൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഡോർ ദൈവം തുറക്കും. ആരുടെ സഹായമില്ലാതെ ദൈവത്തിന്റെ ശബ്ദം നിന്റെ ചെവിയിൽ വരും. അതെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരു സുപ്രഭാതത്തിൽ, അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസത്തിൽ പെട്ടെന്ന് ഏലീശ പറയുകയാണ്, ഗേഹസി താഴെ പോയി ആ ശൂനംകാരി എങ്ങി വിളിച്ച്. ശൂനംകാരി താഴേന്ന് സ്റ്റെപ്പ് കയറി പ്രവാചകനായ ഏലീശയ്ക്ക് പാർക്കാൻ ഉണ്ടാക്കിയ മാളിക മുറിയുടെ മുമ്പിൽ വന്ന് നിൽക്കുക. അവൻ അവളോട്, നീ ഇത്ര താല്പര്യത്തോടെയൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഓ ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദമായിട്ട് ആരൊക്കെ എടുക്കുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു.
കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നു. പഴി നീ അനുഭവിച്ചു, നിന്ന നീ കേട്ടു, പലരും കളിയാക്കി, പലരും നിന്ദിച്ചു. എന്നിട്ടും വിശ്വാസത്തിൽ പുറകോട്ട് പോകാതെ നീ പിടിച്ചു നിന്നെങ്കിൽ ദൈവം ഇന്ന് പകൽ നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് ചെയ്യണം? ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറ ഈ പകൽ പറ. ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അടുത്ത 2 മിനിറ്റ് കരമടിച്ച് നിന്റെ ആവശ്യം ദൈവത്തോടെ പറ. നിന്റെ ആവശ്യം ദൈവത്തോടെ പറ. യേശുവേ, എനിക്ക് വേണ്ടി ഇന്ന കാര്യം സാധിപ്പിക്കണേ. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി എന്താണ് അവൻ ചെയ്യേണ്ടത്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രതീക്ഷിതമായി ഈ ചോദ്യം കേട്ടപ്പോ ദൈവം പറയുകയാണ്, അതിന് അവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു. ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ എല്ലാവരുടെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെ നടുവിലാണ് ഞാൻ വസിക്കുന്നത്. എൻ്റെ ഭർത്താവ് നല്ല ധനികനാണ്, എനിക്ക് ദൈവം സഹായിച്ചു, വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം സമ്പത്തൊക്കെ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നം അവള് പറയുന്നില്ല. പക്ഷെ ആ പദത്തിനകത്ത് ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്, എനിക്കെല്ലാം ഉണ്ടെങ്കിലും ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിന്റെ നടുവിലാണ്. ചില പ്രത്യേക നിന്ദകൾ, ചില പ്രത്യേക അപമാനങ്ങൾ, ചില പ്രത്യേക പഴികൾ, ചില പ്രത്യേക നിന്ദകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഒളി ശബ്ദം അതിനകത്തുണ്ട്. ഹല്ലേലൂയ. അവൾ ഒരാവശ്യവും പറയുന്നില്ല, അവളുടെ ഒരു പ്രയാസവും അവൾ പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ദൈവത്തിന്റെ ദാസനായ ആമേൻ എലീശ, എൻ്റെ പിള്ളേർക്കൊക്കെ അറിയാം എൻ്റെ സ്വഭാവം. ഇന്ന് രാവിലെ ഇമ്മാനുവേൽ ഇവന്മാരെല്ലാം കൂടെ ചായ കുടിക്കാൻ അവിടെ അടുക്കളയിൽ വന്നു. ഞാൻ ഇമ്മാനുവേലോട് ചോദിച്ചു, എടാ ഇന്ന കാര്യം വേണം നിനക്ക്? വേണ്ട പാസ്റ്റങ്ങളെ. അവൻ വേണ്ടല്ലോ. അന്നേരം അവൻ തിരുത്തി, വേണം പാസ്റ്റങ്ങളെ. അവനറിയാം ഒന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പാസ്റ്റർ സ്റ്റോപ്പ്. നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഫോർമാലിറ്റി ഒന്നും വേണ്ട അല്ലേ? വേണമെങ്കിൽ വേണമെന്ന് പറയണം, വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ ഈ ആൾക്കാരെന്നാ വിചാരിക്കുന്നു, വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം അങ്ങ് വേണ്ടെന്ന് പറഞ്ഞേക്കണം. നമ്മൾ തിരിച്ച് 2 പ്രാവശ്യം അങ്ങനെ പെരുമാറി കഴിയുമ്പോൾ 3-ാം വട്ടം അവര് വേണ്ടെന്ന് പറയല്ല. ചിലരോട് ചോദിക്കും, ആഹാരം കഴിച്ചോ? അല്ല, വിശക്കുന്നില്ല. പിന്നെ നമ്മൾ അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, എന്നാലും ഇച്ചിരി കഴിക്കും. ഇത് മലയാളിയുടെ സ്വഭാവമാണ്. സ്വതന്ത്രം പറയുന്നില്ല. വിശക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മെറ്റിൽഡെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് വന്നു, പാസ് ആഹാരം കഴിക്കും. കഴിഞ്ഞ ദിവസം അമ്മച്ചി നല്ല ആഹാരം ഉണ്ടാക്കി തന്നു. താങ്ക് യു അമ്മച്ചി. അമ്മച്ചിയും സിസ്റ്ററോട്, അമല സിസ്റ്ററോട് ചേർന്ന് നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു. താങ്ക് യു. എനിക്ക് മാത്രമല്ല 2 അസിസ്റ്റന്റ് പാസ്റ്റർമാർക്കും കൊടുത്തു. ആരോൺ പാസ്റ്റർ, അനന്തു പാസ്റ്റർ, 2 പേർക്കും കൊടുത്തു. ഞാൻ അസിസ്റ്റന്റുമാരുമായിട്ടാണ് ഇപ്പം യാത്ര. സ്വത്രം. ആദ്യത്തെ പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മച്ചി ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു ചോറുണ്ണാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, എനിക്കൊരു സ്വഭാവമുണ്ട്, ചോദിച്ചില്ലേലും ഞാൻ നിങ്ങളുടെ വീടുകളിൽ വരും, എനിക്ക് വിശക്കാണ്, ഞാൻ ചോദിക്കും, മിനി തമ്പി എന്തോ ഉണ്ടടി, കഴിക്കാൻ വല്ലതും ഉണ്ടോ, എനിക്ക് താ. എന്നാ കുഴപ്പമില്ല, നമുക്കിതൊക്കെ ഭയങ്കര അഭിമാന പ്രശ്നമാണ്. സ്വത്രം പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ജീവിക്കണം. വിശക്കുന്നുണ്ട്, സാമൂൽ സാറിനൊക്കെ വീട്ടിൽ ചെല്ലും. ഞാൻ റോസ്മാന്റെ ഫോൺ വിളിച്ചു പറയും, പുട്ടുണ്ടോ, ഞാൻ അങ്ങോട്ട് വരുവാ, എന്നാ പ്രശ്നം എന്നാ? ഹല്ലേലൂയ. സ്വത്രം പറയുന്നില്ല. നമുക്ക് മുഖം മൂടിയൊന്നും വേണ്ട, എല്ലാം വലിച്ചു കീറിയായിട്ട് ജീവിക്കണം, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ജീവിക്കണം. സ്വത്രം പറയുന്നില്ലല്ലോ. ഇന്ന് ഒരുപാട് ഉപദേശം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാരും ഇനി പഠിച്ചു വെച്ചോണം. ഉവ്വെന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ നിങ്ങളുടെ വാക്ക്, അതിലുപരി വരുന്നതല്ല സാത്താനിൽ നിന്ന്. അടുത്തിട്ട് ആളെ കൈ പിടിച്ചു പറയാം, വേണമെങ്കിൽ വേണമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഹല്ലേലൂയ. ഇവിടെ ആവശ്യമൊന്നും പറയുന്നില്ല, പക്ഷേ പ്രവാചകൻ പറയുകയാണ്, ഇവക്ക് എന്നാ വേണം, എന്ത് ചെയ്തു കൊടുക്കാമെന്ന് ഗേഹസി നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ.
എന്താ സംഗതി എന്നറിയാമോ? ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഈ സഹോദരി നിന്നത് നിമിത്തം ദൈവത്തിന് അവളെ അനുഗ്രഹിക്കാതെ അവിടുന്ന് പോകാൻ പറ്റുന്നില്ല. ചിലർ കേൾക്കുന്നുണ്ടോ? ചിലർ കേൾക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലും, ഞാൻ തൃപ്തയാണെന്ന് പറഞ്ഞാലും, എനിക്ക് ലഭിച്ചതെല്ലാം ധാരാളമെന്ന് പറഞ്ഞാലും, അതിനപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാര്യമെന്നല്ലേ? നിന്നെ അനുഗ്രഹിക്കാതെ ദൈവത്തിന് പോകാൻ പറ്റത്തില്ല. കസ്മൽ ബ്രദറെ, സുമയെ, നമ്മളെ അനുഗ്രഹിക്കാതെ ദൈവത്തിന് പോകാൻ പറ്റാത്ത നിലയിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് നിൽക്കണം. ഹല്ലേലൂയ. ഞാൻ ചില കുടുംബങ്ങളോട് ഇന്ന് പകൽ പ്രവചിക്കുന്നു, കാര്യങ്ങൾ മാറി മറിയാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വേണ്ടിയൊരൊക്കെ സ്വീകരിച്ചോ. ആമേൻ. കഴിഞ്ഞ 5 മാസം പോലെയല്ല, അടുത്ത 7 മാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ കാര്യങ്ങൾ മാറി മറിയാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഗേഹസിയോട് പറയാം, അവക്കൊന്നും വേണ്ടെന്നാ അവള് പറയുന്നത്. പക്ഷേ അവക്ക് ചില അനുഗ്രഹം കൊടുക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ചിലരോട് പറയാം, ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ പുറകെ കൂടാൻ പോവാ, നിന്റെ വിഷയങ്ങളുടെ പുറകെ കൂടാൻ പോവാ. എത്ര പേര് വിശ്വസിച്ചോണ്ട് കരമടിച്ചത് ഏറ്റെടുക്കുന്നുണ്ട്? നിന്റെ വിഷയങ്ങളുടെ പുറകെ ദൈവം കൂടാൻ പോവാ. ആ വിഷയം പരിഹരിച്ചിട്ടല്ലാതെ, ആ രോഗം സൗഖ്യമാക്കിയിട്ടല്ലാതെ, ആ വിഷയത്തിന് പരിഹാരം വരുത്താതെ, ആ ജോലി തന്നിട്ടല്ലാതെ, ആ നന്മ തുറന്നിട്ടല്ലാതെ ദൈവം അടങ്ങത്തില്ല. കാര്യം നീ ദൈവത്തിന് വേണ്ടി നിന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഏത് മുറിയാണോ ദൈവത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ഏത് മുറിയാണോ ഉണ്ടാക്കിയത്, ആ മുറിയിൽ, റോസ്മേരി കേൾക്കുന്നുണ്ടോ? ഏത് മുറിയാണോ ദൈവത്തിന് വേണ്ടി, കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഉണ്ടാക്കി ഒരുക്കിയിട്ടത്, ആ മുറിയിൽ വിളിച്ചു വരുത്തി ഒരു ദൂത് പറയുക. ചില കേൾക്കത്തില്ല, ചിലർ കേൾക്കുന്നില്ല, ചിലർ കേൾക്കുന്നില്ല. നീ എവിടെ ദൈവത്തെ സേവിച്ചോ, നീ എവിടെ അവനെ ആരാധിച്ചോ, നീ ഏത് സ്ഥലത്ത് അവനെ മാനിച്ചോ, നീ ഏതിടത്ത് അവന് കൊടുത്തോ, നീ ഏത് സ്ഥാനത്ത് അവനെ മഹിമപ്പെടുത്തിയോ, അതേ ഇടത്ത് ഒരു ദൂതിന്റെ പകൽ വരികയാണ്. നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെ കാരമടിച്ച് അത് ഏറ്റെടുത്തോണ്ട് പറ, അത് എന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഹല്ലേലൂയ. കൊല്ലത്ത് ദൈവത്തെ സേവിക്കുന്നതിനെ കൊട്ടാരക്കര കൊണ്ടല്ല മാനിക്കുന്നത്. കൊല്ലത്ത് സേവിക്കുന്നതിനെ ദൈവം കൊല്ലത്ത് മാനിക്കും. കുണ്ടറ ദൈവത്തെ സേവിക്കുന്നതിനെ കാസർഗോഡ് കൊണ്ടല്ല മാനിക്കുന്നത്, കുണ്ടറ തന്നെ ദൈവത്തിനെ മാനിക്കും. വിശ്വസിച്ചോണ്ട് പറ, ഞാൻ എവിടെ കർത്താവിന് വേണ്ടി നിന്നോ അവിടെ തന്നെ എനിക്കുള്ള ചില ദൂത് വരുന്നുണ്ട്. ഓ കമാൺ, ആ കരമടിച്ച് വായ തുറന്ന് ശബ്ദമുയർത്തി പറ, ഇതെന്റെ ദിവസമാണ്. ഓ ഈ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് തിരിച്ചു പോകാൻ പറ്റാത്ത, ദൈവത്തിന് അഭിഷേകം പറയാ, ഇവക്കൊന്നും വേണ്ടെന്നാ ഇവള് പറയുന്നേ. പക്ഷേ ഗേഹസി ഇവക്ക് ചിലത് കൊടുക്കാതെ, ഇവക്ക് വേണ്ടി ചിലത് ചെയ്യാതെ നമുക്കിനി വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. ചിലർ ആമേൻ പറയുന്നില്ല. കടന്ന് വിശ്വസിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രം പറയാം, ചിലത് ചെയ്യാതെ നീ ഗേറ്റ് കടന്ന് ഇന്ന് പകലെ പോകത്തില്ല. ചില ദൈവ പ്രവർത്തി കാണാതെ, വീടിനകത്ത് ചില സംഭവിക്കാതെ, ആത്മലോകത്തിൽ ചിലത് സംഭവിക്കാതെ ഇന്ന് പകൽ ഈ ആലയം വിട്ടു നീ പോകത്തില്ല. വിശ്വസിക്കുന്നവർ പിടിച്ചോ. In the name of Jesus, in the name of Jesus, in the name of Jesus. Hallelujah. എലീശ ഗേഹസിയോട് പറയുക, ഗേഹസി, നമ്മൾ അവളോട് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല. നിനക്ക് വല്ലതും അറിയാവോ? ഇവക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മൾ ചോദിച്ചിട്ട് അവൾ ഒരാവശ്യവും പറയുന്നില്ല. പക്ഷെ അവളെ അനുഗ്രഹിക്കാതെ ഇവിടുന്ന് പോകാൻ ദൈവം ഒട്ട് സമ്മതിക്കുന്നുമില്ല.
നിങ്ങളൊന്ന് നോക്കിക്കേ, ഇരട്ടി പങ്ക് പ്രാപിച്ച അഭിഷക്തനാണ് എലീശ, ഡബിൾ പോർഷൻ. പക്ഷെ അവന് പോലും ഇവളുടെ വിഷയം മറഞ്ഞിരിക്കുക. ചില കേട്ടില്ല, ചില കേട്ടില്ല. ഈ അഭിഷക്തൻ അറിഞ്ഞുകൂടാ ഇവക്ക് മക്കളില്ലെന്ന്. ദൈവം അത് അയാളെ അറിയിച്ചുമില്ല. സ്വത്രം പറയുന്നില്ല. ഗേഹസിയാണ് ഇയാളോട് പറയുന്നത്, പ്രവാചകനോട് പറയുന്നത്, ഗേഹസി അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനും ആകുന്നു എന്ന് പറഞ്ഞു. ആര്? ദൈവമല്ല പറഞ്ഞത്, ഗേഹസി ഏലീശയോട് പറഞ്ഞു. ചിലരാണെങ്കിൽ പ്രവചനം എന്ന് പറഞ്ഞാൽ അങ്ങ് ഓടുക. പാകിസ്ഥാൻ വരെ വേണേ പോകും പ്രവചനം കേൾക്കാൻ. ദൈവത്തിന് നിന്നോട് വല്ലതും പറയാനുണ്ടെ ദൈവം നിന്നോട് പറയും. നീ ഒരുത്തന്റെ പുറകെ പോകണ്ട. സ്തോത്രം പറ, സ്തോത്രം പറ. ആ, നീ കേൾക്കുന്ന ദൈവവചനത്തിന്റെ പ്രവചനമാണ് നിന്റെ ജീവിതത്തെ മാറ്റുന്നത്. കാമേൻ പറ, കരമടിച്ചു സ്തോത്രം ചെയ്. അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, അവിടെ പ്രാർത്ഥന നടക്കുന്നു, ഇവിടെ അത് നടക്കുന്നു. അവിടെ പ്രവാചകൻ വരുന്നു. എന്നിട്ട് കേട്ടിട്ട് എന്തോ ഗുണം? ഒരു ഗുണവും ഇല്ല. നീ ദൈവമുമ്പാകെ ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്താൽ അവൻ നിന്നെ സമയത്ത് അനുഗ്രഹിച്ചോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗേഹസി പറഞ്ഞാണ് ഏലീശ അറിയുന്നത് ഇവക്ക് മക്കളില്ല. എല്ലാം ഒന്നും ദൈവം എപ്പോഴും ഒന്നും വെളിപ്പെടുത്തിയെന്ന് ഇരിക്കുകയല്ല, അത് നമ്മുടെ നന്മയ്ക്കാ. കൈവക്കി പറഞ്ഞ്, ചിലതൊന്നും വെളിപ്പെടാത്തത് എന്റെ നന്മയ്ക്കാ. കർത്താവേ വെളിപ്പെടുത്തണേ, വെളിപ്പെടുത്തണേ, ദൈവദാസന് കൊടുക്കണേ, പ്രവചനത്തിൽ കൂടെ എന്നോട് പറയണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന കൊള്ളാം. അങ്ങനെ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, നിന്റെ കയ്യിലെ സൂത്രപ്പണിയും കൂടെ ദൈവം വെളിപ്പെടുത്തും. കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ? ഇപ്പൊ എല്ലാരും പറയാ പാസ്റ്റർ ഒന്നും വെളിപ്പെടുത്തണ്ടേ. ഗ്ലോറി ടു ജീസസ്. നമുക്ക് ഈ പ്രവചനത്തിൽ കുറവ് കേൾക്കുന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കേൾക്കേണ്ടത് ഇന്ത്യ വഴി, ശ്രീലങ്ക വഴി, കാനഡയിൽ കൂടെ അമേരിക്ക കയറ്റുമെന്നാണ് നമുക്ക് കേൾക്കേണ്ടി. നിന്റെ ജീവിത മാനസാന്തരപ്പെടണമെന്ന് ആർക്കും കേൾക്കണ്ട. സ്തോത്രം പറയുന്നില്ല. ദൈവം അരുളി ചെയ്ത എല്ലാ വചനങ്ങൾക്കായി കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഗേഹസി അവളോട് പറയുക, അവനോട് പറയുകയാണ്, പ്രവാചകനെ, ഈ പ്രിയപ്പെട്ടവൾക്ക് മക്കളില്ല. മാത്രമല്ല ഇനി അതിനൊരു സാധ്യതയില്ല. കാരണം അവിടെ ഭർത്താവ് ആരാണ്? വൃദ്ധനാകുന്നു. ഈ പകൽ ഞാൻ വീണ്ടും ചിലരോട്, ഓൺലൈനിലും ആലയത്തിൽ വന്നിരിക്കുന്ന ചിലരോട് ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു വിളിച്ചു പറയാം, സാധ്യതയില്ലാത്ത ചിലത് ദൈവം നിന്നെ വീട്ടിൽ ചെയ്യാൻ പോവാ. ഒരു സാധ്യതയില്ല. നീ തിരിച്ചും മറിച്ചും ചിന്തിച്ചിട്ട് അതിനൊരു സാധ്യതയില്ല, അത് നടക്കത്തില്ല, ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ചില കാര്യങ്ങളെ ദൈവം തന്റെ കയ്യാൽ സാധിപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് വായ തുറന്ന് വിളിച്ചു പറ, ആ ദൂത് എന്നോടാണ്, ഞാനത് സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാധ്യതയില്ലാത്തത് ഇന്ന് പകൽ തുറന്നു വരട്ടെ. ഞാൻ ചില അപ്പന്മാരോടും അമ്മമാരോടും പറയാം, എന്തായാലും കേട്ട് നീ വെപ്രാളപ്പെടരുത്, എന്തായാലും കണ്ട് നീ ഭാരപ്പെടരുത്. നീ ഉറച്ചു വിശ്വസിച്ചോളൂ, നിന്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. അറിയാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചിലതൊക്കെ കണ്ട് നീ ഭാരപ്പെടണ്ട, ചിലതൊക്കെ കണ്ട് നീ വ്യാകുലപ്പെടണ്ട. ദൈവം അതിനെ തച്ചുടയ്ക്കും, ദൈവം അതിനെ പുതുക്കി പണിയും. ഇവിടെ ഗേഹസി ഏലീശയോട് പറയുക, അവർക്ക് മക്കളില്ല. 2, അവളുടെ ഭർത്താവ് വൃദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു സാധ്യതയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കൈ ഒന്നുകൂടെ പിടിച്ച് നല്ല മുറുക്ക, നല്ല ബലത്തിലൊന്ന് ഞെക്കിയിട്ട് കൈയൊക്കെ കൊടുക്കുവാണെങ്കിൽ പഴങ്കഞ്ഞി പോലെ കൊടുക്കല്ലേ. ചിലർ ഷെയ്ക്കാൻ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് വന്നേ. ചിലർ ഷെയ്ക്കാൻ കൊടുക്കുന്ന, ഇതാണോ ഷെയ്ക്കാൻ? വല്ലവർക്കും ഷെയ്ക്കാൻ കൊടുക്കുവാണെങ്കിൽ നല്ല സെറ്റ് ഇത് കൊടുത്തപ്പോ തന്നെ, എടാ ഇത് ഒടിച്ചു കളയല്ലേ. പിന്നല്ല, പവർ കൊടുക്കണ.
നിന്റെ കൈ ഒരാളെ പിടിച്ച അവർക്ക് തോന്നണം നീ ദൈവകൃപയെ ജീവിക്കുന്നവനാന്ന്. സ്വതന്ത്രം പറ. ആ, ഒന്നും കാണത്തില്ല കയ്യില്, പക്ഷെ നിന്റെ പോക്ക് കണ്ട അംബാനിയുടെ മോനെ പോലെ പോകണം. കാരണം നിന്റെ ദൈവം അംബാനിയൊക്കെ വലിയവനാണ്. നിന്റെ ദൈവം സർവശക്തനാണ്. നിന്റെ ദൈവത്തിന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. പിന്നല്ലാതെ നല്ല ആക്റ്റീവായിട്ട് ജീവിക്കണം, നല്ല ചുറുചുറുക്കോടെ ജീവിക്കണം, നല്ല തല ഉയർത്തി ജീവിക്കണം. യേശുവിന്റെ നാമത്തിൽ ദൈവവചനം പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ അകത്തിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു. നീ പിന്നെ ആരെ ഭയപ്പെടണം? പ്രതികൂലത്തിൽ പതറരുത്, വിഷയത്തെ തളരരുത്, ഒന്നിലും പതറിയിടരുത്. കണ്ണീര് മഴ പോയാലും മന്നവനിൽ മന്നവൻ നമ്മോടുകൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. പാടിയപ്പോൾ അതിന് ജീവിതത്തിന് അനുഭവമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറച്ച ശബ്ദത്തോടെ പറ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് എന്റെ ദൈവം. യേശുവിന്റെ രക്തം ജയം. ഞാൻ ചിലരെ നോക്കി ഇങ്ങനെ വിളിച്ചു പറയാം, പണത്തിന് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിന്റെ വീട്ടിൽ ചെയ്യും. പഠിത്തത്തിന് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിന്റെ വീട്ടിൽ ചെയ്യും. മാനുഷിക ശക്തികൾക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിന്റെ വീട്ടിൽ ചെയ്യും. സ്വാധീനം കൊണ്ട് നടക്കാത്തത് ദൈവം നിന്റെ വീട്ടിൽ ചെയ്യും. മനുഷ്യൻ തുറക്കാത്തത് ദൈവം നിനക്ക് വേണ്ടി തുറക്കും. വിശ്വസിച്ച് കരമടിച്ച് സ്വീകരിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നു, പുറത്ത് ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും നല്ല ഹാപ്പി ആണെന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിലും ഹൃദയത്തെ ഭയങ്കര ദുഃഖമായിട്ടിരിക്കുന്ന 4 പേരെ കർത്താവ് ഇന്ന് പകൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ദൂത് ഞാൻ പറയാം. നിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കാൻ പോവുകയാണ്. നിന്റെ രട്ടിനെ ദൈവം അഴിച്ച് നിന്നെ സന്തോഷമടിപ്പിക്കുന്ന ദൈവമാണ്. നീ പുറമെ ചിരിച്ചു കാണിക്കുന്ന തന്നെ നിന്റെ ഉള്ളിലും സംഭവിക്കത്തക്ക നിലയിൽ ദൈവം നിനക്ക് വേണ്ടി ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അവളെ വിളിക്ക എന്നവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്ന് നിന്നു. അപ്പോൾ അവൻ ആര്? യഹോവയുടെ അഭിഷക്തനായ എലീശ ശൂനേംകാരത്തിയോട് പറയുകയാണ്, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്കും നീ ഒരു മകനെ അണച്ചുകൊള്ളും. മക്കളില്ലാത്ത തലമുറകളൊക്കെ ഉള്ളവരുടെ പ്രാർത്ഥിച്ചോ. ഇപ്പൊ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ആ വേർഡ് റിലീസ് ചെയ്യാൻ പോവാ. തലമുറകളില്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വിവാഹം കഴിഞ്ഞു 7 വർഷമായി, 5 വർഷമായി, 3 കൊല്ലമായി, ചില വർഷങ്ങളായി, തലമുറകളില്ലെങ്കിൽ ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഈ വചനമെന്ന ആയുധം ഞങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വചനം അതിവേഗം ഓടിച്ചെന്ന് ആ തലമുറകളില്ലാത്ത ബാരൻ വൂമ്പുകൾ യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ താക്കോലതിനെ